അമേരിക്ക ഇറാൻ ബന്ധം കൂടുതൽ വഷളാകുമോ? വീണ്ടും അവകാശവാദങ്ങൾ നടത്തി ട്രംപ് രംഗത്ത്. ടെഹ്റാനിലെ ഡ്രോൺ ഫാക്ടറികൾ തകർത്തു. ഇറാനെതിരെ അമേരിക്ക അവിടെ മുന്നേറ്റത്തിലാണ് എന്ന് ആവർത്തിച്ചുകൊണ്ട് അവകാശവാദങ്ങളുമായി തന്നെ വലിയ രീതിയിലാണ് ട്രംപ് രംഗത്ത് വന്നിരിക്കുന്നത്. ഇറാൻ ഒരു കരാറിലേക്ക് എത്താൻ ആകാംക്ഷയോടുകൂടി തന്നെ കാത്തിരിക്കുന്നുവെന്നും അമേരിക്കയുടെ സമ്മർദ്ദത്തിന് കീഴടങ്ങുന്നു എന്നതാണ് ഇപ്പോൾ പുതിയ അവകാശവാദമായി തന്നെ ട്രംപ് ഉന്നയിക്കുന്നത്. വാഷിംഗ്ടണിലെ വൈറ്റ് ഹൌസിൽ മാധ്യമങ്ങളോട് സംസാരിക്കവേ ഇറാന്റെ സമ്പദ് വ്യവസ്ഥ അത് തകർച്ചയുടെ വക്കിലാണ് എന്ന ആരോപണമാണ് ഇപ്പോൾ ട്രംപ് ആരോപണമായി ഉന്നയിച്ചിരിക്കുന്നത്. ഉപരോധങ്ങൾ കാരണം എണ്ണ വരുമാനം അതുപോലെ അത് നഷ്ടപ്പെട്ടതോടുകൂടി തന്നെ രാജ്യത്തിന്റെ സാമ്പത്തിക നില ദുർബലമായി തന്നെ ഇവിടെ തുടരുകയാണ് ചെയ്യുന്നത്. അതേസമയം ഇറാന്റെ സൈനിക ശേഷി ഗുരുതരമായി തന്നെ തകർത്തു എന്ന വാദവും ഇവിടെ ട്രംപ് ഉന്നയിക്കുന്നുണ്ട്. ഇതിന്റെ ഡ്രോൺ ഫാക്ടറികളുടെ ഏകദേശം 82%, മിസൈൽ ഫാക്ടറികളുടെ 90% പ്രവർത്തനരഹിതമായി തന്നെ ഇവിടെ വലിയ രീതിയിലുള്ള നഷ്ടങ്ങളായി തന്നെ അവകാശപ്പെടുകയാണ് ട്രംപ് ചെയ്തതും. കൂടാതെ തന്നെ ഇറാൻ ആകട്ടെ അവിടെ കൂട്ടവധശിക്ഷകൾക്ക് തയ്യാറായിരിക്കുന്നുവെന്നും അമേരിക്കയുടെ സമയോചിതമായ ഇടപെടൽ അത് തടഞ്ഞു എന്നതാണ് ട്രംപിന്റെ ആരോപണമായി തന്നെ ഉന്നയിച്ചിരിക്കുന്നത്. അതേസമയം വാഷിംഗ്ടണിലെ വൈറ്റ് ഹൌസിലെ ഓവൽ ഹൌസിൽ നടന്ന ഒരു സമ്മേളനത്തിനിടയിലാണ് അദ്ദേഹം മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കവേ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് ഇറാന്റെ സമ്പദ് വ്യവസ്ഥ തകർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന പ്രസ്താവന ഇവിടെ ആവർത്തിച്ചുറപ്പിച്ചാണ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത്. മിഡിൽ ഈസ്റ്റ് രാഷ്ട്രീയത്തിനെതിരായ ഉപരോധത്തെ അദ്ദേഹം പ്രശംസിക്കുകയും ചെയ്തു. ഉപരോധം കാരണം ഇറാനികൾക്ക് എണ്ണയിൽ നിന്ന് പണം ലഭിക്കാൻ കഴിയുന്നില്ല എന്നും കൂടാതെ തന്നെ ഇറാന്റെ സൈന്യം പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ടുവെന്നും ഇവിടെ ആവർത്തിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇറാന്റെ ഡ്രോൺ ഫാക്ടറികൾ ഏകദേശം 82% പ്രവർത്തനരഹിതമായി തന്നെ നിൽക്കുന്നു എന്നതാണ് അദ്ദേഹം പറയുന്നത്. അതേപോലെ തന്നെ ഇറാന്റെ ആണവ പദ്ധതി അതായത് വലിയ രീതിയിൽ സിവിലിയൻ ഉപയോഗത്തിന് മാത്രമാണ് എന്നതാണ് ടെഹ്റാൻ ആവശ്യപ്പെടുന്നത് അല്ലെങ്കിൽ അവകാശപ്പെടുന്നത്. എന്നാൽ ഈ അവകാശപ്പെട്ടിട്ട് പോലും അദ്ദേഹത്തിന്റെ ദീർഘകാല ആവശ്യങ്ങളിൽ ഒന്നായ ആണവായുധം വികസിപ്പിക്കാൻ ഇറാനെ അനുവദിക്കാൻ കഴിയില്ല എന്നതാണ് ഇപ്പോൾ ട്രംപ് വീണ്ടും വാദം ഉന്നയിച്ചിരിക്കുന്നത്. ഇറാൻ ചർച്ചയുടെ സ്ഥിതിയെക്കുറിച്ച് വളരെ കുറച്ചു പേർക്ക് മാത്രമേ അറിയാൻ സാധിക്കൂ. ഇറാനുമായുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ് എന്നും മാധ്യമ പ്രവർത്തകരുമായി തന്നെ നടത്തിയ ആശയവിനിമയത്തിൽ അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ചർച്ചകളുടെ യാഥാർത്ഥ്യം അല്ലെങ്കിൽ യഥാർത്ഥ സ്ഥിതിയെക്കുറിച്ച് കുറച്ച് ആളുകൾക്ക് മാത്രമേ അറിവുള്ളൂ. ഇറാന്റെ നേതൃഘടനയെക്കുറിച്ച് അനിശ്ചിതത്വം ഉണ്ടായി എന്നും അദ്ദേഹം സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. അവരുടെ സമ്പദ് വ്യവസ്ഥ തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഉപരോധം അവിടെ വലിയൊരു അവിശ്വസനീയമായ രീതിയിൽ തന്നെ മുന്നേറുകയും ഉപരോധത്തിന്റെ ശക്തി അവിശ്വസനീയമാണ് എന്നും ഇവിടെ ട്രംപ് വ്യക്തമാക്കുന്നു. ഇറാനെതിരെ വലിയ തോതിലുള്ള സൈനിക ആക്രമണങ്ങൾ പുനരാരംഭിക്കാനുള്ള സാധ്യത അതിവിടെ തള്ളിക്കളയാൻ സാധിക്കില്ല എന്നും അതിനെ കുറച്ച് കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ കൂടുതൽ വീണ്ടും ആവർത്തിച്ചുറപ്പിച്ച് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ട്രംപ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.